morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തില് ഹല്ലേലൂയ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ നിയമസഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് പണിയപ്പെടുന്നത്. അതെ, ഹല്ലേലൂയ. ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അപ്പൊ നമുക്കറിയാം, പ്രവാചകന്മാർ, ഹല്ലേലൂയ, പഴയ നിയമ പ്രവാചകന്മാര്, ഹല്ലേലൂയ, പുതിയ നിയമത്തിലാണ് അപ്പോസ്തലിക ശുശ്രൂഷ കാണുന്നത്. എന്നാൽ പഴയ നിയമ പ്രവാചകന്മാർ ഓരോരുത്തരും പ്രവചിച്ചത് വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്. ഹല്ലേലൂയ. അവർ നമുക്ക് മാനവജാതിക്ക് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയെ കുറിച്ച് പറഞ്ഞു പ്രവാചകന്മാർ പ്രവചന കാലത്ത്. എന്നാൽ അപ്പോസ്തലന്മാർ പറഞ്ഞു വന്ന ക്രിസ്തുവിനെ കുറിച്ച്, വെളിപ്പെട്ട രക്ഷയെ കുറിച്ച്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കേന്ദ്രം എന്താ? ക്രൈസ്റ്റ് ഈസ് ദ സെന്റർ ഓഫ് ദിസ് ടു മിനിസ്ട്രീസ്. അപ്പം അപ്പോസ്തലിക ശുശ്രൂഷയുടെയും പ്രവചന ശുശ്രൂഷയുടെയും കേന്ദ്രം ക്രിസ്തുവാണ്. വരും, അവൻ ആളുടെ വീണ്ടെടുക്കും, അവൻ വില കൊടുക്കും, അവൻ മാനവജാതിയെ രക്ഷിക്കുമെന്ന് ഹല്ലേലൂയ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രവചിച്ചപ്പോ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്, ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള ഉറപ്പ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ആമേൻ, സംഭവിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന രക്ഷയെ കുറിച്ച് ആമേൻ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോ പുതിയ നിയമ അപ്പോസ്തലന്മാർ പറഞ്ഞു രക്ഷ വന്നു കഴിഞ്ഞു, വിശ്വസിക്കുക. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, ആമേൻ, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടുന്ന സകല നന്മകളും, ആമേൻ, പ്രവചിക്കപ്പെട്ട സകല പ്രവചനങ്ങളും നൽകപ്പെട്ട സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വരാനിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞതിനെ പറയുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന ബോധ്യം, അതാണ് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ള ദൂത്. ഇന്ന് പകൽ നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ബോധ്യത്തോടെ ഐ ആം ബ്ലെസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതം ജയകരമായി തീർന്നിരിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് and glorious day. God bless you. Amen.